അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന് വിചാരിച്ചു. ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാനില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ട് ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ. ഇപ്പം വീട്ടില് ഞാനും ചിക്കുവും വെയ്തേ ഉള്ളൂ. അച്ഛനും അമ്മയും പണിക്ക് പോയി. ശ്രീകുട്ടി ഇത്രയും ദിവസം ഉണ്ടേനും. അപ്പം ഇന്നലെ തിരിച്ചു പോയി. അപ്പം നടക്കുന്ന കുറച്ച് കാര്യങ്ങളായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം. ഇന്ന് വലിയ കാര്യമൊന്നും ഇല്ല, ഇവരെ രണ്ടാളെ അടി തീർക്കാൻ തന്നെയായിരുന്നു. രണ്ടാളും ഏത് സമയമായിരുന്നു. അപ്പൊ അതാണ് എന്റെ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള പരിപാടി. അപ്പൊ ഞാനിവിടെ പേരൊക്കെ മുറിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടാൾക്ക് തിന്നാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞൊന്ന് കണ്ണ് കയറ്റുമ്പോഴത്തേക്ക് ഇതാ വേദു സ്റ്റെപ്പിന്റെ മുകളിൽ. അവന്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി ഇത്. സ്റ്റെപ്പിന്റെ മുകളിൽ പോയി കയറി നിൽക്കുക. എത്ര വിളിച്ചാലും താഴേക്ക് വരില്ല. ഒരു വടി എടുത്താൽ ആ നാളെ താഴേക്ക് ഇറങ്ങി വരും. അപ്പൊ ചിക്കു ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു മുട്ട പുഴുങ്ങാന്ന്. ഞാനതാ പുഴുങ്ങാൻ വേണ്ടി മുട്ട എടുത്തു. ആ ഒരു കൈ കണ്ട ഫ്രിഡ്ജിൽ ഏത് സമയം ഇപ്പോൾ ഫ്രിഡ്ജ് തുറന്നിട്ട്, അതുകൊണ്ട് ഫ്രിഡ്ജ് ലോക്ക് ചെയ്ത് വെക്കല. താക്കോലിട്ട് ലോക്ക് ചെയ്തിട്ട് താക്കോല് മുകളിലേക്ക് എടുത്ത് വെക്കല. അപ്പോൾ ഫ്രിഡ്ജ് മറ്റേ ചില തുറന്നു വെച്ചുകൂടാ. അപ്പോൾ വന്നിട്ട് തുറന്നിട്ട് ഓരോന്നും എടുത്തോണ്ട് പോവാം. ഇത് ഇപ്പൊ ഉപ്പാണ് ഇടുന്നത്. മുട്ട പുഴുങ്ങുമ്പോൾ ഉപ്പിട്ടാല് പെട്ടെന്ന് വെന്ത് കിട്ടുകയോ ചെയ്യും, അതുപോലെ തന്നെ പെട്ടെന്ന് തോല് പോയി കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് മുട്ട പുഴുങ്ങുമ്പോൾ ഉപ്പിടുന്നത്. അപ്പോൾ ഇത് മുട്ട പുഴുങ്ങാൻ വേണ്ടി മുട്ട അടുപ്പത്ത് വെച്ച് തിരിച്ചു വന്ന് നോക്കുമ്പോണ്ട് അകത്തു നിന്ന് സൗണ്ട് കേൾക്കുന്നു. ചെന്ന് നോക്കുമ്പോൾ അച്ഛൻ്റെ കടൽ പോകുമ്പോഴുന്ന കോട്ട, ഇത് മഴക്കോട്ട്, അതും എടുത്തിട്ട് നടക്കുന്ന. മറ്റുള്ള വാങ്ങിയൊക്കെ നോക്കിയിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അതും എടുത്ത് കളിക്കുന്നതാണ്. അപ്പം ഞാൻ അത് വാങ്ങി വെച്ച് ഒന്നപ്പുറത്ത് പോയി വന്ന് നോക്കുമ്പോൾ ചെക്കൻ ആദ്യമേ സ്റ്റെയറിന് മുകളിൽ. അപ്പോൾ അത് വടിയെടുത്തിട്ട് താഴേക്ക് ഇറക്കുന്നതാണ്. വിക്സ് എടുത്തിട്ട് മണപ്പിക്കുന്നതോ ഓൻ്റെ തന്നെ വിക്സ് ആണ്. അപ്പം താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞതിന് അടവെടുത്തതാ. വിക്സ് മണപ്പിക്കുന്നതെന്ന് പറഞ്ഞത് ആടിരിക്കുന്നു. അപ്പം എല്ലാം കൂടി ഞാൻ ഒരു തുണിയെടുത്ത് അച്ഛൻ്റെ പഴയ ഒരു മുണ്ടെടുത്തിട്ട് അവിടെ കെട്ടി വെച്ചു, മേലേക്ക് കയറി പോകുന്നതിന്. അത് കെട്ടി വെച്ചാൽ വാതിലിൻ്റെ അടുത്തൊരു കസാര ഇട്ട് അവിടെ ഇരിക്കുന്നതാ. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ കൂടെ മുട്ട വെന്തിട്ടുണ്ട്. അപ്പോൾ അത് ഓഫാക്കി വെച്ച് ഞാൻ അകത്ത് ചെന്ന് കുറച്ച് നേരം ഫോൺ ഇങ്ങനെ ക്യാമറ ഓൺ ആക്കി വെച്ചാൽ കുറച്ച് സമയം അവിടെ ഇരിക്കും. അങ്ങനെ രണ്ടാളെയും വിളിച്ചു വരുത്തിട്ട് ക്യാമറേൻ്റെ മുന്നിൽ അത് അവിടെ ഇരിപ്പിച്ചതാണ്. അതിനുള്ളിൽ കൂടെ അടി കൂടുന്നുണ്ട് കണ്ട. പെണ്ണിനെ വെറുതെ വേദനയാക്കുന്നതാ ചെക്കൻ. എന്നിട്ട് അടി ഉണ്ടാക്കുക. അപ്പൊ കുറച്ച് സമയം അങ്ങനെ അങ്ങ് പോയി. അപ്പൊ ചിക്കു തന്ന് കുറച്ച് ദേഷ്യത്തിലാണ്. രാവിലെ തന്നെ ചെക്കൻ ചെന്നിട്ട് ടിവിൻ്റെ ഡോറ് തുറന്നിട്ട് ഉള്ളിന്ന് ഏതോ ബട്ടൺ എടുത്ത് ഞെക്കി. അപ്പൊ ടിവിൻ്റെ റിമോട്ട് ഇല്ലാത്തതുകൊണ്ട് അത് തിരിച്ച് ഇതാക്കാൻ പറ്റുന്നില്ല. അപ്പം അതിൻ്റെ ചെറിയൊരു ദേഷ്യത്തിലാണ് ഉള്ളത്. റിമോട്ട് ഉണ്ട്, പക്ഷേങ്കിൽ റിമോട്ടിൽ ബാറ്ററി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ചിക്കു ടി വി ഇല്ലാത്ത സങ്കടത്തിൽ കട്ടമ്മൽ കയറി കിടന്നല്ലാണ്ട് അവളിങ്ങനെ കിടക്കില്ല, ടി വിയും കണ്ടിരിക്കല. അപ്പം അതാ അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ വന്ന് അച്ഛൻ മീൻ കൊണ്ടുപോകുന്നതിനും. അപ്പം അത് ഞാൻ അടുക്കളയിലേക്ക് കൊണ്ടുവെക്കുന്നതാണ്. തെരണ്ടിയാണ് കൊണ്ടുപോകുന്നത്. 2 ചെറിയ തെരണ്ടിയും പിന്നെ എന്തെല്ലോ ചെറിയ മീനുമാണ് കൊണ്ടുവന്നത്. അപ്പം ഇതാ തെരണ്ടി ഞാനിതാ കയ്യിലെടുത്തിട്ട് കാണിച്ചു തരുന്നത്. തെരണ്ടി എങ്ങനെയാണ് മുറിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ട് ഞാൻ മുറിച്ചില്ല. ഇനിയിപ്പം അമ്മ വന്നിട്ട് വേണം മുറിക്കാൻ. അമ്മ ഇന്ന് വരില്ല, നാളെ വരുള്ളൂ. അമ്മേൻ്റെ അമ്മ മരിച്ച ദിവസം. അപ്പം ബലിയിടണ്ടിട്ട് അങ്ങ് പോയതാ. അപ്പം നാളെ രാവിലെ അമ്മ വരുള്ളൂ. അപ്പം അമ്മ വന്നിട്ട് വേണം മുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ 2 മുട്ട എടുത്ത് തോല തന്നിട്ട് രണ്ടാക്കും കൊടുത്ത്. ഓളെ മുട്ട ഓന് വേണമെന്ന് പറഞ്ഞിട്ട് ഇതാ അടി ഉണ്ടാക്കുന്നത്. അങ്ങനത്തെ കാര്യത്തിലാണ് ഇവിടെ അടി നടക്കുന്നവർ രണ്ടാളും തമ്മിൽ. അത് കഴിഞ്ഞത് അച്ഛന് ചായ ചൂടാക്കുന്ന, ചായ എടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ രണ്ടാളും കട്ടുമ്മ കുത്തിയിട്ട് മുട്ട തന്നു. താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ ഓൻ പറഞ്ഞ് മേമയുണ്ടെന്ന്, മേമ പറഞ്ഞ് ഓനും ഉണ്ടെന്ന്. അപ്പം അത് കഴിഞ്ഞതാ വേദൂട്ടനായിട്ട് കുറച്ച് സമയം കളിച്ച്. അവനിങ്ങനെ അടി ഉണ്ടാക്കുമ്പോൾ കുരുത്തക്കേട് കളിക്കുമ്പോഴല്ലോ കുറച്ച് സമയം അടക്കി ഇരുത്തണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം. അല്ലാണ്ട് തീരെ നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാന്നെല്ലാം വിചാരിച്ച് ഫ്ലാഷ് കാർഡെല്ലാം എടുത്ത് വെച്ചാൽ ഓൻ്റെ വൈക്ക് പോകും. നമ്മൾ അത് വെച്ചിട്ട് കുത്തിട്ട് കളിക്കേണ്ടി വരും. അതുപോലെ തന്നെ കളി സാധനത്തിനോട് ഒന്നിനോടും താല്പര്യമില്ല. 2 മിനിറ്റ് എടുത്താൽ പിന്നെ അത് വേണ്ട, അത് വെച്ച് കളിക്കൂല. അപ്പോൾ നമ്മളെടുത്ത് വെച്ചതാണെങ്കിൽ നമ്മൾ അത് വെച്ച് കളിക്കേണ്ടി വരും. അപ്പോൾ അതാ അങ്ങനെ ഞാൻ ഓനെ ഉറക്കാൻ വേണ്ടി കിടത്തിയിട്ടുണ്ട്. 12 മണിക്ക് അങ്ങനെയാണ് ഓൻ്റെ ഉറക്ക സമയം. പക്ഷെ നേരം പോയിട്ടുണ്ട്, 1 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതാ ഞങ്ങൾ രണ്ടാളും ഉറങ്ങാൻ പോവാണ്. അപ്പോൾ അതങ്ങനെ ഒരു 2:15 ആയപ്പോൾ ഞാൻ എണീറ്റ്. ഓൻ നല്ല ഉറക്കത്തിൽ തന്നെയാണ്. പക്ഷേ ഓൻ്റെ അടുത്ത് ഒരാൾ കിടക്കണം, ഇല്ലെങ്കിൽ
പെട്ടെന്ന് എണീക്കും. അങ്ങനെ ഞെട്ടി ഞെട്ടി കളിക്കുമ്പോൾ അങ്ങനെ മൂട്ടി കൊടുക്കണം. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ചോറ് തന്ന് കഴിഞ്ഞ് ഒരു 4 മണി അങ്ങനെ ആയപ്പോൾ ഞാൻ പൊടി എടുത്തു തന്നു. കർക്കിടക പൊടിയില്ലേ അത്. ഇതാണത് ആ പൊടി. അപ്പം ഞാൻ എന്ത് തിന്നുമ്പോൾ വേദുണ്ണും കൊടുക്കണം. അങ്ങനെ ഒരിത്തിരി ഒരു കോപ്പയിലിട്ടിട്ട് ഓനും കൊടുത്ത് ചിക്കുന് പിന്നെ ഇത് തിന്നുമ്പം തരിപ്പിൽ പോവും. അവൾക്ക് പെട്ടെന്ന് തരിപ്പ് പോകുന്നൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് പൊടി കൊടുക്കലില്ല. അതുകൊണ്ട് അവൾക്ക് കൊടുത്തില്ല. അവൾക്ക് അതിന് പകരം മാങ്ങ മുറിച്ചു കൊടുത്തു. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിത് ഇത് കർക്കിടക മരുന്നാണ്. പേറ്റ് മരുന്ന് എന്നെല്ലാം പറയും. കർക്കിടകത്തിൽ തിന്നുന്ന മരുന്ന്. ഇത് ഞാനിത് അടുക്കളയിൽ നിന്ന് ഒളിച്ചു വെച്ച് തിന്നുന്നതാണ്. ഞാൻ തിന്നുന്നുണ്ട് അപ്പോൾ വരുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും. അപ്പം അത് അധികം കൊടുക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് കാണാണ്ടാണ് ഞാൻ എടുത്തു തിന്നല്. ഇതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത്. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കോരി തിന്നു. അതിപ്പം കഴിയാനായിന് ഞാൻ എന്തോ വരുന്നുണ്ടോ നോക്കുന്നതാണ്. ഇടക്കിടക്ക് ബാക്കോട്ട് നോക്കിയിട്ടാണ് തിന്നുന്നത്. പിന്നെ ഇത് ഞാൻ കർക്കിടകത്തിൽ കുടിക്കുന്നതാണ് ദശമൂല അരിഷ്ടവും ജീരക അരിഷ്ടം, 2 അരിഷ്ടം. ഇത് രണ്ടും ഒപ്പരം മിക്സ് ആക്കിയിട്ടാണ് കുടിക്കാറ്, രാവിലെയും രാത്രിയും. അപ്പൊ അതാ അതിൻ്റെ ഉള്ളിൽ കൂടെ അച്ഛൻ നുറുക്കം കൊണ്ടുവന്നതിനും അങ്ങനെ നുറുക്കം തിന്ന് പിന്നെ അച്ഛൻ കൊണ്ടുവന്ന സാധനമെല്ലാം എടുത്തു വെച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.